ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കുന്ന ഒരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ സച്ചിക്ക് കാറ് തിരികെ കിട്ടുവാൻ വേണ്ടി നമ്മുടെ രവീന്ദ്രൻ 1,00,000 രൂപ കൊടുക്കുന്നതും അതുകൊണ്ടുപോയി നമ്മുടെ സ്റ്റേഷനിൽ സച്ചി പോയിട്ട് കാറ് തിരികെ പിടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെയൊക്കെ എപ്പിസോഡ് അവസാനം കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയും രേവതിയും നമ്മുടെ രേവതിയുടെ അനിയത്തിയും നമ്മുടെ സച്ചിയുടെ അനിയനും എല്ലാവരും കൂടി ആ ഒരു സന്തോഷത്തിൽ തന്നെയാട്ടോ നമ്മുടെ കാറിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ സച്ചി ഇങ്ങനെ കാറിങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നുമില്ല. ശേഷം ഇവരെല്ലാവരും കൂടി കാറിങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യരാത്രി ആട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ ഈ രാത്രി എൻ്റെ പുറകെ ഇങ്ങനെ നാട്ടിലേക്ക് വന്നത്, നിനക്ക് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാനെങ്ങനെ ആ സമാധാനത്തിൽ അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ വല്ലതും കഴിച്ചാർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കാതെ ഞാൻ എങ്ങനെയാ. അപ്പോൾ ആ ഒരു സ്നേഹത്തോടെയും ആ ഒരു എന്താ പറയുക ആ സച്ചിയുടെ ഒരു നോട്ടമുണ്ട് രേവതി. ആ ഒരു നോട്ടത്തിൽ നമ്മുടെ സച്ചിയുടെ എല്ലാം ഉണ്ട്, ആ ഒരു കരുതലും സ്നേഹവും എല്ലാം തന്നെ രേവതിയോടുള്ള എല്ലാം തന്നെ ആ ഒരു നോട്ടത്തിലുണ്ട്. നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളെ എന്താ പറയുക കീഴടക്കുന്ന ഒരു നോട്ടം തന്നെയായിരുന്നു കേട്ടോ സച്ചിയുടേത്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. രേവതിയെ സച്ചിയും എന്താ പറയുക അത്രത്തോളം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവർ ഒന്നിച്ചുള്ളൊരു ജീവിതം വളരെ മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.